ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ലഞ്ച് വിശേഷം പറയാനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് ആര്യഭവൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. പ്യുവർ വെജ് ആയതുകൊണ്ട് തന്നെ പ്യുവർ വെജ് ഇഷ്ടമില്ലാത്ത ഞങ്ങൾ ഇവിടെ കയറാൻ ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് കയറിയതിന്റെ കാരണം എന്ന് പറയുന്നത് നോമ്പ് നടക്കുന്നതുകൊണ്ടാണ്. നോമ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ നോൺ വെജ് പുറത്തുനിന്ന് കഴിക്കാറില്ല. സോ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ പ്യുവർ വെജ്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം കൊണ്ടുവന്നാണ് തുടങ്ങിയത്. പിന്നെ അവരുടെ മീൽസ് ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മീൽസിൽ ആദ്യം വരുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി അതിന്റെ കൂടെ ഒരു കറിയും, നല്ല ടേസ്റ്റ് ഉള്ള നല്ല ചൂടുള്ള ചപ്പാത്തി. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആര്യഭവനിൽ നിന്ന് ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നത്. നോൺ വെജ് കഴിക്കാതെ ആദ്യമായിട്ട് മനസ്സ് തൃപ്തിയായിട്ട് ഇറങ്ങുന്നത് ചിലപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നായിരിക്കും തോന്നുന്നു. റൈസും സാമ്പാറും അപ്പളവും ഒക്കെ കൂട്ടി ഒരു കുഴ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ വേളാങ്കണ്ണി ട്രിപ്പിലായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് തമിഴ്നാട് സ്റ്റൈലിലുള്ള റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു റൈസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ലഞ്ച് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ ഈഞ്ചിക്കൽ ബൈപ്പാസിന്റെ അടുത്തായിട്ടാണ്. ട്രിവാൻഡ്രത്ത് പോകുന്നെന്നുള്ളവർ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക. മാത്രമല്ല, അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ, അത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഞങ്ങൾ വാഷിംഗ് ഏരിയയിലോട്ടൊക്കെ പോയി. വൃത്തിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്. അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നല്ലൊരു ലഞ്ച് കഴിച്ച സന്തോഷത്തിലാണ് ഞങ്ങൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.